ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു ഫോൾ ഉണ്ടായി. 4.5% മാർക്കറ്റ് ഫോൾ ആയതാണ് ഇന്ത്യൻ മാർക്കറ്റ്. സോ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്താ പറയുക, നിഫ്റ്റിയുടെ സപ്പോർട്ട് എവിടെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഈ കഴിഞ്ഞ ഒരു ഫോളിൽ, അതായത് ഈ പീക്കിൽ നിന്ന് നേരെ വന്നിട്ട് സപ്പോർട്ട് എടുത്തത് 21,800 സോ ഇവിടെയും ഇന്നലെ അതേപോലെ ഒരു സ്ട്രൈറ്റ് ഫോൾ വന്നിട്ട് 21,800 സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഇന്ന് കുറച്ചൊന്ന് ഹൈയിലാണ്, 22,500 മുകളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ 21,800 എന്ന ഈ ലെവലിന്, അല്ലെങ്കിൽ 820 എന്ന ഈ ലെവലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് പല പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇതുണ്ടല്ലേ, ഇവിടുന്ന് മുൻപ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു, ഇവിടെ വന്നിട്ട് പിന്നീട് ഫസ്റ്റ് അത് അറ്റംപ്റ്റ് നടത്തുന്നത് ഇവിടെയാണ്. പിന്നീട് അത് വീണ്ടും പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു, വീണ്ടും ടെസ്റ്റ് ചെയ്തു. പല പ്രാവശ്യം അത് ടെസ്റ്റ് ചെയ്തിട്ടും ബ്രേക്ക് ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് അത് 26,000 എന്നുള്ള ഓൾ ടൈം ഹൈയിലേക്കൊക്കെ പോയി. ഇത് ഞാൻ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റിക്ക് 21,800 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള ഒരു ചോദ്യം, ഇപ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ പല തവണ ഇവിടെ ഇത് ബൗൺസ് ചെയ്ത് റിവേഴ്സ് തന്നെ പോയിട്ടുണ്ടല്ലേ. പീക്കിൽ പോയി താഴോട്ട് വന്നു, ബൗൺസ് ബാക്കായി വീണ്ടും വന്നു, അതേപോലെ പല പ്രാവശ്യം വന്നിട്ട് പിന്നീട് ഹൈയിലേക്ക് കയറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ബോട്ടം ടച്ചിങ് കാണാൻ സാധിക്കും. 21,800 ലെവലിലേക്ക് ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ അവിടെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. 21,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 20,300 നമ്മൾ മുമ്പേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട്, അതായത് ഏത് കാലത്താണ് അത് വന്നത്, ഇത് 2023 ഡിസംബറിൽ വന്നിരിക്കുന്ന ആ ഗ്യാപ്പല്ലേ, അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് 20,300 ലെവലിൽ. അത് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇവിടെ നോക്കാം, 21,800 എന്നുള്ള ഈ ഒരു കീ സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതോടുകൂടി ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ഈ പ്രീവിയസ് സ്വിങ്ങിൻ്റെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടിലേതെങ്കിലും ഒന്നുകിൽ താഴെ ബോട്ടം ലൈൻ, അല്ലെങ്കിൽ ഈ ഒരു ഹയർ സൈഡിലുള്ള ഈ ഒരു ലൈൻ, ഈ രണ്ടിലേതാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി പോകുന്നത്, അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇടിഞ്ഞ് വീഴുകയോ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്ന ട്രെൻഡുകൾ. സോ 21,800 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് ലൈൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ദെൻ സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിന് 2,210 കോടിയുടെ ഒരു ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. മഹീന്ദ്ര അവരൊരു പുതിയ ഒരു സബ്സിഡറി സെറ്റ് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്ന പേരിൽ മുംബൈയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ലെമൺ ട്രീ ഹോട്ടൽസ് അവരൊരു ലൈസൻസ് എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു ഹോട്ടൽ പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിലാണ് അവരിത് ബിൽഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ, അതായത് ക്രിപ്റ്റോയുടെ ലോകത്തും തകർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. $79,000 ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 2025 ഏറ്റവും ലോയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗോൾഡിൻ്റെ പ്രൈസും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഇടിയാണ്. സോ ട്രംപ് തുടങ്ങി വെച്ച ഈ ഒരു കലാപരിപാടിയിൽ ഒരുപാട് വഴിത്തിരിവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിമാറ്റ് അക്കൗണ്ടുകൾ, അതായത് ഒരു കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വിപ്ലവം എന്ന രീതിയിലുള്ള അക്കൗണ്ട് ഓപ്പണിങ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും തലങ്ങമില്ല, ഏതാൾ പേപ്പറും കൊണ്ട് പോയി കഴിഞ്ഞാലും 10 ക്ലയൻസിനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഒരു വളർച്ച ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ലോകത്തൊട്ടാകെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. സോ ഇന്ത്യയിൽ അതുണ്ടായിരുന്നു. 2020 കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2020 മുതൽ 2023 വരെ ഉണ്ടായിരുന്നു. പിന്നീട് അത് താഴോട്ടാണ് ആ വളർച്ച പോയത്. കാരണം ഇവിടെ വന്ന ആരും തന്നെ കാശ് ഉണ്ടാക്കിയില്ല, എല്ലാവരും കാശ് കൊണ്ടുപോയി കളഞ്ഞു. അതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാരിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ
അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരുപാട് നിയമ ഭേദഗതികളിലൂടെ ഈ ഒരു പ്രതിഭാസം ഗവൺമെൻറ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. സെബി ആയാലും NSEയും BSE ഒക്കെ ആയിട്ട് അവരുടേതായ രീതിയിൽ കുറേ കൺട്രോൾസ് കൊണ്ടുവന്നു. ബ്രോക്കേഴ്സ് അവരുടെ രീതിയിൽ അവരുടെ സ്റ്റാൻഡ് സ്ട്രോങ് ആക്കി. അങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാർ സാധാരണക്കാരുടെ കീശയിൽ നിന്ന് പോക്കറ്റടിച്ച് പോകുന്ന ഈ പണം, ഈ ഒഴുക്ക് അങ്ങോട്ട് സ്റ്റോപ്പായത്. സോ എന്തായാലും 2020 മാർക്കറ്റിലേക്ക് വന്നവർ കണ്ടിട്ടുണ്ടാകുക ഒരു ബുൾ റൺ മാത്രമാണ്. കാരണം കൊറോണയിൽ ഫോൾ വന്നിട്ട് അത് റിക്കവർ, അതായത് 1 ലക്ഷം രൂപ 16 ലക്ഷം രൂപയൊക്കെ ആക്കിയ ആൾക്കാരുണ്ട്. പക്ഷേ അവർ പിന്നീട് കണ്ടത് എന്താണ്? അതായത് 2023 എത്തിയപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു പറഞ്ഞാൽ 1 കോടി രൂപ 3-4 ദിവസം കൊണ്ട് സീറോ ആക്കുന്ന രീതിയിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സോ ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർ, അവർക്ക് എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റും. കൊറോണ കാലത്ത് കണ്ട വലിയ ബുൾ റൺ പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നവർ മണ്ടന്മാരായിട്ട് വാഷ് ഔട്ടായി പോകുന്ന ഒരവസ്ഥയും വരും. കാരണം അവർക്ക് ചെറിയ പ്രോഫിറ്റ് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ ഡിമാറ്റ് അക്കൗണ്ട് 23 മാസത്തെ, അതായത് 2 വർഷം മുൻപുള്ള അത്രയും ആ ഒരു ലെവലിലേക്ക് താഴ്ന്നു പോയി. അത്രയും അക്കൗണ്ടുകൾ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം ഒരാൾക്ക് തന്നെ 4-5 ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ പലതും ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിനും വന്നു. ഇനാക്ടിവേഷൻ ആവുന്ന ഒരു സംഭവങ്ങൾ വന്നു. നിങ്ങൾ ഏത് ബ്രോക്കർ അക്കൗണ്ട് ആയാലും കുറച്ച് കാലം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ശരിക്കും ഇതിൽ നല്ലൊരു കൺട്രോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക് എൻഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചിത്രത്തിൻ്റെ വ്യക്തത മനസ്സിലാവും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു സംഭവം ഉള്ളത് LPG ഗ്യാസിൻ്റെ പ്രൈസ് 50 രൂപ ഇന്ന് വർദ്ധിക്കുകയാണ്. 803 രൂപയിൽ നിന്ന് 853 രൂപയിലേക്കാണ് ഗ്യാസിൻ്റെ പ്രൈസ് ഒരു സിലിണ്ടറിന്, ഗാർഹിക സിലിണ്ടറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, അത് വർദ്ധിപ്പിക്കുന്നത്. സോ അതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ട്രംപ് താരിഫ് കൊണ്ട് ഉണ്ടായ ഒരു ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഇന്നലെ. 2024 ശേഷമുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇത് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. 10 മാസത്തെ ലോയിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് നടക്കുന്നത്. ബെയറിഷ് മോഡലാണ് എന്ന് തന്നെ പറയാം. പക്ഷേ 21,800 സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നിന്ന് തിരിച്ച് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ലെവലിലേക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇനി മറ്റൊരടി, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഫോളിന് പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് തോന്നുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ വണ്ടികൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് 0 താരിഫ് ആയിരിക്കണം, അതിന് ടാക്സ് പേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള കമ്പനികൾ മെഴ്സിഡീസ്, വോൾസ് വാഗൻ, BMW അങ്ങനെയുള്ള കാറുകൾക്ക് ഇന്ത്യയിൽ ഈസി ആയിട്ട് വിൽപ്പന നടത്താൻ സാധിക്കും. അതോടുകൂടി നമ്മൾ ഈ ലോക്കൽ മാനുഫാക്ചർ ചെയ്യുന്ന കാറുകൾക്കുള്ള ഒരു ഇപ്പോഴുള്ള ഒരു ഡിമാൻഡ് കുറയാനും സാധ്യതയുണ്ട്. കാരണം വിദേശ കാറുകളിൽ അത് ലക്ഷറി, കുറച്ചധികം കാശ് കൊടുത്താലും ലക്ഷറി കിട്ടുമെങ്കിൽ ആൾക്കാർ അതിനെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന BMW, ഫോക്സ് വാഗൻ ആയാലും ബെൻസ് ആയാലും എല്ലാം തന്നെ ആൾക്കാർ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ തന്നെ നമ്മുടെ റോഡിൽ ഓദിയും ബെൻസും BMW അതേപോലെ SUV ടൈപ്പ് വെഹിക്കിൾസ് ഒക്കെ എക്സ്പെൻസീവായ ലാൻഡ് ക്രൂയിസർ അടക്കമുള്ള വണ്ടികൾ നമ്മുടെ റോഡിൽ ഓടുന്നുണ്ട്. അത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ആൾക്കാർക്കുണ്ട്. പക്ഷേ ടാക്സ്, മറ്റ് പ്രശ്നങ്ങൾ, രജിസ്ട്രേഷൻ്റെ ഒരുപാട് നൂലാമാലകൾ, ഇതൊക്കെ കൊണ്ടാണ് അവരത് അതിനുവേണ്ടി പ്രിഫർ ചെയ്യാത്തത് എന്ന് മാത്രമാണ്. സോ ഇനി ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ടെസ്ലക്ക് 0 താരിഫ് ഇന്ത്യയിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെസ്ല ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ഉണ്ടാവില്ല. ആ ഒരു നിയമം വന്നിട്ടില്ല. മീൻസ് അവരാവശ്യപ്പെടുന്നത് അങ്ങനെയാണ്, ടാക്സ് കൊടുക്കുക ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന്. അതേപോലെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും പിടിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ മെയിനായിട്ട് അവരുടെ 3 ബ്രാൻഡാണുള്ള ഫോക്സ് വാഗനും ബെൻസും BMW. ഇത് 3നും ടാക്സ് ഇല്ല എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, 4 ബ്രാൻഡുകൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇവിടെ കാശുണ്ടാക്കും എന്നുള്ളത്. കാരണം അവർ ഓഫർ ചെയ്യുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. നമ്മളെ ലോക്കൽ മാനുഫാക്ചേഴ്സ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. സോ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നൊസ്റ്റാൾജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അതേസമയത്ത് ലക്ഷറി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. കൂടുതൽ പേരും ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഇതൊക്കെ ഫൈനലി ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെയുള്ള
വെഹിക്കിൾ മാനുഫാക്ചേഴ്സിന് ഒന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇനി നമുക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാണുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ്. DAX 852 പോയിൻ്റാണ് താഴെ പോയിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ജപ്പാൻ നിക്കി 1786 പോയിൻ്റാണ് കയറിപ്പോയത്. ഇതെനിക്ക് തോന്നുന്നു ഇത് US ആയിട്ടുള്ള ഒരു ഉടക്കിൻ്റെ മുകളിൽ ജപ്പാൻ ഗവൺമെൻറ് ഇടപെട്ടപ്പോൾ US-ൻ്റെ താരിഫ് നയങ്ങളിൽ US-ന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിരിക്കുന്നത് US-ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ ആ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റോ മറ്റോ എന്തോ ഒരു പേ ബാക്ക് ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. സോ അതോടുകൂടി ട്രംപ് അവർക്കുള്ള ഒരു താരിഫിൽ എന്തോ ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മാർക്കറ്റ് ഇത്രയും കയറിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് കൃത്യമായ ന്യൂസ് അതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 22,320 ഇന്ന് ഓപ്പൺ ആയത് 22,600 ഏകദേശം 280 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,650 ആണെങ്കിലും 650 അല്ല, ഇപ്പോൾ 654 എത്തിയിട്ടുണ്ട്. 54 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫർദർ ഫോൾ വരുമോ, 21,800 ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ട്രംപ് താരിഫിൻ്റെ ഭാഗമായിട്ട് തന്നെ 2,996 3,045 നമ്മൾ കണ്ടതാണ്. 2,996 എത്തിയിട്ടുണ്ട്. അതേപോലെ USD INR റേറ്റ് സ്ലിപ്പായിട്ടുണ്ട്. 85 രൂപ 84 പൈസയാണ് ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ കാനഡ IBPMI, ഫ്രാൻസിൻ്റെ ബാലൻസ് ഓഫ് ട്രേഡ്, ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഇത് ഈവൻ്റ് ലിസ്റ്റ് ചെയ്തു, ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തു. ബാക്കി തീരുമാനം നിങ്ങളുടേതാണ്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ JFL ലൈഫ് സയൻസ് എന്നുള്ള ഒരു കമ്പനിയാണ് എനിക്ക് ലിസ്റ്റ് ഔട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. FNO ബാനിൽ 3 സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത്. ബിസോഫ്റ്റ്, ഹിന്ദ് കോപ്പർ, മണപ്പുറം ഫിനാൻസ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,040 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പണം പമ്പ് ചെയ്തിട്ടുണ്ട്. 12,122 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3,082 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് എന്നിട്ടും ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല. നല്ല രീതിയിൽ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തത് എന്നുള്ളതാണ്. എല്ലാ സെക്ടറുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ETF നോക്കുകയാണെങ്കിൽ എല്ലാ ETF-കളും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വേസ്റ്റ് ആയത് നിഫ്റ്റി ബീസിൻ്റെതാണ്. 3.18% താഴെ പോയി. ബാങ്ക് ബീസ് 2.59%. അതേപോലെ ഏറ്റവും മോശമായി പോയിരിക്കുന്നത് ഓട്ടോ ബീസാണ് 2.96%. എന്തായാലും ഇതൊക്കെ ഒരു ദീർഘകാലത്തേക്ക് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വരും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ ഇന്നലത്തെ മാർക്കറ്റ് ഇവിടെ നിങ്ങളിത് ഗ്രീൻ കാണുമ്പം തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. ഈ മിനിഞ്ഞാന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നലത്തെ ക്ലോസിങ് നോക്കുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ലോസ് ആണ് കാണുക. പക്ഷേ ഇന്നലത്തെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് മാത്രം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പ്രോഫിറ്റാണ്. ഇന്നലെ 403 പോയിന്റ് അഥവാ 1.85% മുന്നേറ്റത്തിൽ 22,161 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ദെൻ ഇന്നലെ ലോ പോയത് 21,743 വരെയാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയ 21,758 അവിടുന്ന് 22,161 വരെ കയറിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ അവിടെ 1000 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആഴ്ചയിലെ നിഫ്റ്റിയിൽ 403 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1,179 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇന്നലെ മറ്റ് ഇൻഡെക്സുകൾ എല്ലാം തന്നെ ഇൻട്രാഡേയിൽ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 3.73% കയറിപ്പോയി. അതേപോലെ സെൻസെക്സ് 2.36% കയറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപേ വന്നിരിക്കുന്ന പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ നിന്ന് ഹെവി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ദെൻ ഇന്നത്തേക്കുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.6 ആണ്. ക്ലിയർലി അതൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 22,500 49 ലക്ഷമാണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 22,089 ലക്ഷമാണ്. പുട്ട് റേറ്റിംഗ് കൂടുതൽ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് ഫർദർ അപ്പ് പോകും, 22,000 മുകളിലോട്ട് പോകും എന്നാണ്. നോക്കാം, എന്തായാലും ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അറിയാൻ പറ്റും.
ഇന്ത്യ വിക്സ് 22.79 എത്തി നിൽക്കുന്നത്. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ, എൻ്റെ ഒരു സജഷൻ, ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിക്സിൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ ഡിവൈഡഡ് ബൈ 1000 അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ 22,022 പ്ലസ് അതിൻ്റെ ഡബിളെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടി വരും. 45 രൂപയെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ പോലും വലിയ ലോസ് നിങ്ങൾക്ക് അതുവഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു വിക്സ് 20 താഴെ 13 മുതൽ 20 വരെയാണ് ഏറ്റവും നല്ലത് ഇൻട്രാഡേ ട്രേഡേഴ്സിന്. സോ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എത്തുന്നത് വരെയും നിങ്ങളൊന്ന് ക്ഷമിച്ച് നിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. സോ ഇന്നേ ദിവസം 22.79 വിക്സ് എത്തി നിൽക്കുന്നത്. അതായത് പ്രീവിയസ് ഡേയിൽ നിന്നും 68% ഒരു എന്താ പറയുക ഒരു റേസാണ് ഉണ്ടായത്. ദെൻ ഇവിടെ സ്പോട്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് 22,161. CPR വന്നിരിക്കുന്നത് 22,107, 0.53, 921,999. ഏകദേശം എനിക്ക് തോന്നുന്നു 54 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പാണ് CPRലുള്ളത്. അതേപോലെ നോട്ടറേറ്റ് സോൺ ആണെങ്കിൽ 21,990, 969, ഏകദേശം 21 പോയിന്റിൻ്റെ നോട്ടറേറ്റ് സോൺ വന്നിട്ടുണ്ട്. ഇത് നോട്ടറേറ്റ് സോൺ 969 എന്ന് പറഞ്ഞാൽ CPRൻ്റെ തൊട്ട് താഴെയാണ് ബ്രേക്ക് ഡൗൺ ലെവലും നോട്ടറേറ്റ് സോൺ ഉള്ളത്. സോ 21,969 അല്ലെങ്കിൽ 22,107 ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒന്ന് ഹയർ സൈഡിലേക്ക് 22,107 അല്ലെങ്കിൽ ലോവർ സൈഡിലേക്ക് 969. ഇത്രയും വലിയൊരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് ഇന്ന് ഫോം ചെയ്ത് കിട്ടുക. അത്യാവശ്യം വലിയൊരു നോട്ടറേറ്റ് സോൺ തന്നെയാണ്. അപ്പോൾ റേഞ്ച് ഇന്നത്തെ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ്, പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 22,107 കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,375 വരെയും ഒരു 170 പോയിൻറ്റോളം ഉള്ള 270 പോയിൻറ്റോളം ഉള്ള ഒരു മൂവ്മെൻറ്റ്, 268 പോയിൻറ്റിന് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 21,969 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 947, അതായത് താഴോട്ട് അധികം പോവില്ല എന്നാണ് നമ്മുടെ റാസൽ വെൽസ് പറയുന്നത്. പലപ്പോഴും ഇത് കൃത്യമാകാറുണ്ട് എന്ന് വെച്ച് പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അങ്ങനെ കാത്തു നിൽക്കരുത്. കോൾ സൈഡിലേക്ക് തന്നെ വാങ്ങിച്ച് കാത്തു നിൽക്കരുത്. മാർക്കറ്റ് അനലൈസ് ചെയ്യുക, ഈ പറഞ്ഞതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും തന്നെ നിങ്ങൾ എന്താ പറയുക കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു ഹയർ സൈഡിലേക്ക് മാർക്കറ്റ് കയറിപ്പോകും എന്നാണ് റാസൽ വെൽസ് നമ്മളോട് പറയുന്നത്. സോ 22,107 മുകളിലോട്ട് കയറി പോകുമ്പോൾ 375 വരെ പോകും എന്ന രീതിയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് അതിന് ഓപ്പണിംഗ് എവിടെ തരുന്നു എന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരിക. കാരണം ഓൾറെഡി 22,375 മുകളിൽ പോയി ഓപ്പണായ മാർക്കറ്റിന് പിന്നെ ഫർദർ എങ്ങോട്ട് പോകാനാണ് നമ്മൾ പ്രതീക്ഷിക്കുക? നമ്മുടെ കണക്കിൻ്റെ റേഞ്ചിൻ്റെ പുറത്താണ് അത് വരുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു അൺസർട്ടനിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഏത് മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടെ പൊസിഷൻസ് ഒഴിവാക്കുക, എന്നിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതേ അവസ്ഥ തന്നെയായിരിക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്നത്. സോ അവരെയും ഒക്കെയും അങ്ങനെ ഒരു അങ്കലാപ്പിലാവും. ആ ഒരു അവസ്ഥ, അതായത് കുളം കലങ്ങിക്കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് അത് അവർ മെയിൻ ചെയ്യുക, റീറ്റെയിലേഴ്സിന് ഫേവറബിളായിട്ട് അവരെങ്ങോട്ട് ചിന്തിക്കും എന്നത് മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു സിഗ്നൽസ് തരും. എല്ലാവരും പൊസിഷനിലെത്തി എന്ന് കാണുമ്പോൾ ഇവർ ആ പണം മുഴുവൻ വാരിയെടുത്ത് അങ്ങ് കൊണ്ടുപോകും. കാരണം ഓപ്പോസിറ്റ് പൊസിഷൻ എടുത്തിട്ട് മാർക്കറ്റിനെ ഇടിച്ച് വീഴ്ത്തുമ്പോൾ അവർക്ക് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഹെവി ലോസിലേക്ക് എത്തും. ആ ലോസ് മറ്റവർക്ക് പ്രോഫിറ്റായി മാറുകയും ചെയ്യും. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിൾ ആവാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു വെരി മച്ച്.